അടർത്തി വെച്ചിരിക്കുന്ന വൻപയറാണ്. പച്ച വൻപയർ, പുളിയമ്പയർ എന്നൊക്കെ ഓരോ സ്ഥലങ്ങളിൽ പറയും. അപ്പോൾ അത് കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചിരിക്കുന്നതാണ്. ഇതിലേക്ക് ഒരു 3 എരിവുള്ള പച്ചമുളകും കൂടെ ഞാനിത് ആഡ് ചെയ്യുന്നുണ്ട്. മീഡിയം സൈസിലുള്ള സവാള അരിഞ്ഞതും കൂടെ ആഡ് ചെയ്തു. ഒരല്പം വെള്ളവും കൂടി ഒഴിച്ച് കുക്കറിൽ വെച്ചിട്ട് 2 വിസിലടിക്കാം. 2 വിസിലടിച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ഓൾമോസ്റ്റ് അത് സാധനം വെന്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഒരല്പം തേങ്ങയും കൂടി ചേർക്കുന്നുണ്ട്. തേങ്ങ ഒതുക്കിയിട്ടൊന്നുമില്ല, തേങ്ങ അങ്ങനെ തന്നെ ചേർക്കുകയാണ് ചെയ്യുന്നത്. ഇതിനകത്തിപ്പം ഉള്ള ആ ഒരു കുറച്ച് വെള്ളമുണ്ട്. അപ്പോൾ ആ വെള്ളത്തിൽ കിടന്ന് ഈ തേങ്ങയും പയറും കൂടി ഒന്ന് വേകട്ടെ. അപ്പോൾ ആ വെള്ളം തിളച്ച് അതൊന്ന് പറ്റുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ആ ടൈമും കൊണ്ട് ആ തേങ്ങയും പയറും കൂടെ സെറ്റാകും. ഇതിലേക്ക് ഒരല്പം പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിക്കുന്നുണ്ട്. ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്തു. ഇനി അതും കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ അടിപൊളിയായിട്ടുള്ള സിമ്പിളായിട്ടുള്ള പയർ തോരൻ ഇവിടെ സെറ്റാണ്. കണ്ടില്ലേ, അടിപൊളിയാണ്. വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. തേങ്ങ, പച്ചമുളക്, പയർ, കറിവേപ്പില, വെളിച്ചെണ്ണ, ഇത്രയേ ഉള്ളൂ.